കുറച്ചു നാളുകളായി തന്നെ കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ചെറിയ കാര്യങ്ങൾ വലിയ രീതിയിൽ വിവാദമാക്കുന്നു. അത് ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള ചില മാധ്യമങ്ങൾ ഇത് തുടക്കം വാർത്തയാകും. പിന്നീട് അത് ഡിവൈഎഫ്ഐ ഏറ്റെടുക്കും, CPM ഏറ്റെടുക്കും, CPMന്റെ നേതാക്കൾ ഏറ്റെടുക്കും. അതിന് പുറകെയായി വിവാദങ്ങൾ. ആ CPMന്റെ മാധ്യമങ്ങളും ആ വഴി വെട്ടുമ്പോൾ അതിന് പിന്നിലേക്കാണ്, ആ വഴിയാണ് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും സഞ്ചരിക്കുന്നത്. അത് ഏറ്റവും അവസാനം വന്ദേ ഭാരത് ട്രെയിനുമായി ബന്ധപ്പെട്ട് ആ ട്രെയിനിൽ ഉണ്ടായ ഗണഗീതം കുട്ടികൾ ആലോപിച്ചതാണ്. അത് അതിൻ്റെ ഒരു വീഡിയോ സൗത്തേൺ റെയിൽവേ പോസ്റ്റ് ചെയ്യുന്നു. അത് കുത്തിപ്പൊക്കി ചില മാധ്യമങ്ങൾ, ഹെജിമണി ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങളും ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ചില മാധ്യമങ്ങളും വാർത്തയാക്കുന്നു. പിന്നീട് വലിയ വിവാദങ്ങൾ അരങ്ങേറുന്നു. നമുക്ക് ഇതിന് സമാനമായ ഒരു രീതി തന്നെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടും കണ്ടു. അന്നും ഈ വിവാദം ഉണ്ടാക്കിയത് ഏതാണ്? CPM നേതാക്കളും DYFഐയുമാണ്. പിന്നീട് അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, BJP അതിന് എതിരായി വരുന്നു. അങ്ങനെ ആ ചർച്ച പോവുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഓരോ പ്രതിസന്ധികളും, അഴിമതിയും ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസും മറ്റ് തീവട്ടിക്കൊള്ളകൾ മുഴുവൻ, ആരോഗ്യ മേഖലയിലെ പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം, തൊഴിൽ, ഈ പലർക്കും പെൻഷൻ നൽകാൻ കഴിയുന്നില്ല, കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല, സാമ്പത്തിക മേഖല പൂർണ്ണമായി തകർന്നു. അപ്പോൾ കേരളത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ, യുവാക്കൾക്ക് ജോലിയില്ല, PSCയിൽ നിയമനങ്ങൾ മുടങ്ങി, ഇത്തരം സംഭവങ്ങൾ ചർച്ചയാകാതെ ഈ മതപരമായും ജാതിപരമായും ബന്ധപ്പെട്ട, അതിനിടയ്ക്ക് മറ്റൊരു വിഷയമുണ്ട്, വേടനുമായി ബന്ധപ്പെട്ട വിഷയം. വേടന്റെ ജാതിയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ചില ചാനലുകൾ ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. ഏറ്റവും രസകരമായ കാര്യം അതാണ്. വേടനെ വിളിച്ചിരുത്തി വേടന്റെ DNA കുറിച്ചും വേടന്റെ ശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം കേട്ട് മനസ്സിലാക്കിയ ഒരു മാധ്യമ പ്രവർത്തകന് ഈ വന്ദേ ഭാരത് ട്രെയിനിൽ ഇത്തരത്തിലൊരു ഗണഗീതം പാടിയപ്പോൾ, ദേശഭക്തി ഗാനം പാടിയപ്പോൾ ചൊറിച്ചിലാണ്. അദ്ദേഹത്തിന് എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ തന്നെ ആ വന്ദേ ഭാരതിനെ അങ്ങ് നശിപ്പിക്കുന്ന രീതിയിലേക്ക് എന്തോ സംഭവം നടന്നതുപോലെയാണ് പറയുന്നത്. അത് ഈ കുട്ടികൾ മാത്രമല്ല, നമുക്ക് ആ ട്രെയിനിന്റെ ഉദ്ഘാടന വേള പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ അതിൽ ഇടിച്ചു കയറി മുദ്രാവാക്യം വിളിക്കുകയാണ്. കുറച്ചുപേർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു, കുറച്ചുപേർ കോൺഗ്രസിന് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്നു. പാലക്കാട് നാം കണ്ടതാണല്ലോ. പാലക്കാട് MP അടക്കമുള്ളവർ ഇടിച്ചു കയറി കോൺഗ്രസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു. അത് തങ്ങളുടെ കഴിവെന്ന് BJP പറയുന്നു. അങ്ങനെ ഇത്തരം തരികിട രാഷ്ട്രീയക്കാർക്ക് അതിനുള്ളിൽ കയറി എന്തും കാണിക്കാം. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല, അതിലൊരു അന്വേഷണവുമില്ല. അവരെ എതിർക്കുവാനോ അവിടെ പോലീസിനെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. പക്ഷെ ഈ വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികൾ ഈ ഒരു ഗാനം പാടിയപ്പോഴാണ് വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രശ്നങ്ങളെല്ലാം സൂത്രധാരൻ ഒരു നേതാവുണ്ടല്ലോ, കുറച്ചു നാളുകളായി ആ സൂത്രധാരനാണ് കുത്തിത്തിരിപ്പിന്റെ ഒരു വകുപ്പ്. കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു വകുപ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു കുത്തിത്തിരിപ്പ് രീതിയിലേക്ക് പോകാൻ ഒരു കുത്തിത്തിരിപ്പ് വകുപ്പുണ്ട്. അതിന്റെ മന്ത്രി ഇപ്പോൾ ശിവൻകുട്ടിയാണ്. പണ്ട് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു വിവാദം ഉണ്ടാകുന്നു, അത് കെട്ടിടങ്ങുമ്പോൾ പിന്നീട് അത് കുത്തിപ്പൊക്കുന്നത് ആരാണ്? അത് ഈ കുത്തിത്തിരിപ്പ് മന്ത്രിയാണ്. ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിഷയം ഉയർന്നു വരുന്നു. അതിനുശേഷം കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്കൂൾ കമ്മിറ്റിയും PTA-യും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് അവിടെ ആ പ്രശ്നം പരിഹരിച്ചു എന്ന് ഉച്ചയോട് തന്നെ മാധ്യമങ്ങളെ അറിയിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ കുത്തിത്തിരിപ്പ് മന്ത്രിയുടെ വകുപ്പിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നു, വീണ്ടും ആ കുട്ടി ഹിജാബും ഇട്ട് സ്കൂളിൽ പോകാമെന്ന്. അങ്ങനെ വീണ്ടും ആ വിഷയം കത്തുകയാണ്. അതുപോലെ തന്നെ ഈ വന്ദേ ഭാരത് ട്രെയിനിലെ വിവാദം ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് അന്വേഷിക്കാനുള്ളത്? ആ കുട്ടികൾക്ക് ഇനി തീവ്രവാദ ബന്ധമുണ്ടോ എന്നാണോ? അതോ കുട്ടികൾ ഇത് ആര് പഠിപ്പിച്ചെന്നാണോ? അതോ കുട്ടികൾ ഇനി നുഴഞ്ഞു കയറിയോ? സർക്കാരിന്റെ, നമ്മുടെ പിണറായിയുടെ കാരണഭൂതന്റെ അനുവാദമില്ലാതെ ആ വന്ദേ ഭാരതിലേക്ക് നുഴഞ്ഞു കയറിയ ആ പ്രതികളെ പിടികൂടണമെന്നാണോ? നിങ്ങൾ എന്താണ് അതിൽ അന്വേഷിക്കാനിരിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കാനുള്ളത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു? വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾ, അവരുടെ കയ്യിൽ സാമ്പത്തികമില്ലാത്ത കുട്ടികൾ
സമീപത്തെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, ബാംഗ്ലൂരിലേക്കും. എന്തിനു പറയുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം പരിശോധിച്ചാൽ അറിയാം, ഡൽഹിയിലും ഉത്തർപ്രദേശിലും വരെ പോകുന്നു. ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ അവിടെ ആയിരക്കണക്കിന് കുട്ടികളല്ലേ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ട് അത്തരം വിദ്യാർത്ഥികൾ അങ്ങനെ നമ്മുടെ നാട് സാക്ഷരതയുടെ വലിയ പ്രാധാന്യമുള്ള ഒരു നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തണം. അല്ലാതെ ഇത്തരം ഒരു ഗണഗീതം പാടി, ഒരു ദേശഭക്തി ഗാനം പാടി എന്നെല്ലാം എന്തിനാണ് നിങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് കുറച്ചു വോട്ടിന് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന തെറ്റായ ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിന്റെ ബലമാണ് ഇപ്പോൾ യുവതലമുറകൾ പൂർണ്ണമായി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്. അങ്ങനെ വിട്ടുപോയ ശേഷം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നീട് ഇപ്പോൾ പല പരിപാടികളും ബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുകയാണ്. അതെന്തിനാണ്? അതും ഈ രാഷ്ട്രീയക്കാർക്ക് പണം വെട്ടാനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ്. അങ്ങനെ സ്വന്തം ഭരണകാലത്ത് താൻ മന്ത്രിയായിരിക്കുമ്പോൾ മുഴുവൻ പണവും എൻ്റെ കയ്യിൽ ലഭിക്കട്ടെ, അതിനുശേഷം ഈ സർക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും പൂർണ്ണമായി തന്നെ ഇല്ലാതാകട്ടെ എന്നാണ് ഇപ്പോൾ പലരുടെയും ചിന്ത. അത് തന്നെയാണ് നാം കാണുന്നത്. ഒന്നാമത് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഈ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളരുന്നുണ്ട്. അതിനെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്ന് ചിന്തിക്കാനുള്ളതിൽ ഈ ഗണഗീതം, ഭാരതാംബ, ഹിജാബ് വിഷയം, അതോടൊപ്പം തന്നെ യൂണിഫോമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതെല്ലാം ചുരുക്കി അതിനെ ഒന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനല്ല നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ കാസർഗോഡ് പാലസ്തീനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിവാദമുണ്ടായി. ആ സ്കൂളിൽ ഒരു നാടക സമാനമായത് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു കാരണം, പലർക്കും പല രാഷ്ട്രീയമുണ്ടല്ലോ. ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സ്കൂളിൽ കാണും, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും. അത്തരം പ്രശ്നങ്ങൾ, അത്തരം നമ്മുടെ അന്താരാഷ്ട്ര രീതിയിൽ ഉള്ള ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ സ്കൂളിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ അധ്യാപകർ ചെയ്തതല്ലേ കൃത്യം. അപ്പോൾ അധ്യാപകർക്കെതിരെ തിരിയുകയാണ്. ഹിജാബ് വിഷയത്തിൽ അധ്യാപകർക്കെതിരെ തിരിയുകയാണ്. ഗണഗീത വിഷയത്തിൽ അധ്യാപകർക്കെതിരെ തിരിയുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം വോട്ട് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾ ചെയ്തു വയ്ക്കുന്ന പാപം അത് നൂറ്റാണ്ടുകളോളം ഈ കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അത് BJPക്ക് കേരളത്തിൽ വളരാനുള്ള ഒരു ഇടമായി അത് മാറും. നിങ്ങൾ ഇത്തരം BJPയെ വിമർശിക്കുമ്പോൾ അത് ദേശീയതയും അതോടൊപ്പം തന്നെ തങ്ങളുടെ മതത്തെക്കുറിച്ചും ഹിന്ദുക്കളും ചില ഹൈന്ദവ ഭൂരിപക്ഷത്തിൽ ഉള്ളവർ സംസാരിക്കുമ്പോൾ അവരെല്ലാം BJPക്കാരാണ്, അവരെല്ലാം ഈ മോദി ആരാധകരാണ്, യോഗി ആരാധകരാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവിടെയാണ് നിങ്ങളെ തെറ്റ്. നിങ്ങൾ BJP എതിർക്കാൻ വേണ്ടി ഹൈന്ദവ സമൂഹത്തെ പൂർണ്ണമായി തന്നെ അവഗണിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നതിലൂടെ നഷ്ടമുണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ വോട്ട് ബാങ്ക് ഏതാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.